പ്രാർത്ഥന വേണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം. മറ്റൊരു സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്ടുകാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിൽ, തെരുവീഥികളിൽ, കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി കഥകടയ്ക്കണം, വാതിലടയ്ക്കണം. ഇന്ന് വാതിലെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ ഫോൺ തുറന്നിട്ടിരിക്കുന്നു, അതുപോലെ നമ്മൾ ടെലിവിഷൻ തുറന്ന് എല്ലാ വാർത്തകളും കേൾക്കുക. ന്യൂസ് പിടുത്തക്കാരൻ, ചിലർക്ക് ന്യൂസ് പിടിച്ച് ന്യൂസ് കൊടുക്കും. പത്രക്കാരാണ് എല്ലാവരും. അത് ബന്ധനമാണ്. അവന്റെ വീട് ആർക്കും കയറി, പണ്ട് ഏത് നായ്ക്കൾക്കും കയറി ഇറങ്ങാനോ. വേലിയില്ലാത്ത വീടാണ്, വേലിയില്ല. അപ്പൊ അതൊരു ഏത് സിനിമയുടെ ശക്തിക്കും ആ വീട്ടിൽ കയറി വരാൻ പറ്റും. എല്ലാം തുറന്നിട്ടിരിക്കുക. പിന്നെ ബന്ധനോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ ബന്ധം തുറന്നിട്ട് കഴിഞ്ഞാൽ ബന്ധനം ഉണ്ടാവുകയില്ല. രണ്ട് കൊടുത്തു ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം കൊണ്ട് മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് കഥകടയ്ക്കണം. വാതിലടയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ ബന്ധനം കൂട്ടുകെട്ടൊക്കെ അടയ്ക്കണം. ചില ബ്ലോക്ക് ചെയ്യണം. നമ്മൾ ചില ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ, കൂട്ടുകെട്ട് എല്ലാം കളയണം. നമ്മൾ അഭിഷേകത്തിൽ നമ്മൾ കളയുന്ന എല്ലാ സാഹചര്യങ്ങളും ഓടി മാറണം. രണ്ട് കൊടുത്തു ഹല്ലേലൂയ.